മേഡം, ഇപ്പോഴുള്ള ചർച്ച ചാണ്ടി ഉമ്മനാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടി ഒന്ന് ഊർജപ്പെട്ട് വന്നപ്പോൾ അവിടെ മറ്റൊരു എതിർപ്പുമായി ചാണ്ടി ഉമ്മൻ വന്നിരിക്കുകയാണ്. അത് വലിയ തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹത്തിന് സപ്പോർട്ടായി പല നേതാക്കളും രംഗത്ത് വരുന്നുണ്ട്. പലരും ഇദ്ദേഹത്തെ എതിർത്തു പറയുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും അവസാനം എത്തുന്നത് ഉമ്മൻചാണ്ടിയിലാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന പരിഗണനയിലായിരുന്നു അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഇല്ലാതാക്കാനാണോ ചാണ്ടി ഉമ്മന്റെ ശ്രമം? തീർച്ചയായും ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു അച്ഛൻ്റെ ഉമ്മൻചാണ്ടി സാർ, ഓസി എന്ന ഉമ്മൻചാണ്ടി സാറിനോടുള്ള ഒരു സ്നേഹം അത് തന്നെയാണ് മകന് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ ഒരു അപജയത്തിന് എപ്പോഴും കാരണം ഈ മക്കൾ രാഷ്ട്രീയം ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ പണ്ട് തൊട്ടേ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് വഴക്ക് അല്ലെങ്കിൽ അധികാര കൊതി, ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു അവസരം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലറിഷിംഗ് പീരീഡാണ്. കാരണം യൂത്ത് ആയിട്ടുള്ള ഒരുപാട് നല്ല നമുക്ക് പ്രതീക്ഷയുള്ള ഒരുപാട് നേതാക്കന്മാർ നന്നായിട്ട് മുൻനിരയിൽ അണിനിരന്ന് നിൽക്കുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലാണ് വീണ്ടും അതിൻ്റെ അകത്ത് ഗ്രൂപ്പിസം സ്പ്ലിറ്റൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചാണ്ടി ഉമ്മൻ്റെ ആ ഒരു കുറേ കാര്യങ്ങൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷൻ ഡേയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം CPM ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പിന്നീട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നീട് ഞാനൊരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് ഏറ്റവും നിരാശ തോന്നിയ ഒരു സങ്കടകരമായിട്ടുള്ള വസ്തുത, ആ ചാനലിൽ പോയിരുന്നിട്ട് എല്ലാ അവതാരക ചോദിക്കുന്നുണ്ട് കേരളത്തിലെ നിലവിൽ ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുള്ള നേതാവ് ആരാണ് അല്ലെങ്കിൽ ഇഷ്ടം. അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നുണ്ട് സഖാവ് പിണറായി വിജയൻ. വളരെ വിഷമം തോന്നിയ എനിക്കിപ്പോൾ തോന്നി ശരിക്കും ആ കളറിൽ നിന്ന് ഒരു തേങ്ങൽ കിട്ടുമെന്നൊരു സങ്കടം. കാരണം ആലോചിച്ച് നോക്കണം, ഈ പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അണിനിരത്തിയിട്ടുള്ള ആൾക്കാരാണ് ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാവുന്നതിൻ്റെ പരമാവധി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അപമാനത്തിൻ്റെ കയത്തിലേക്ക് തള്ളിവിടാവുന്നത് ഏറ്റവും പരമാവധി ചെയ്തിട്ടുണ്ട് ചാണ്ടി സാറിനോട്, ഉമ്മൻചാണ്ടി സാറിനോട്. കണ്ണൂരിൽ വെച്ച് കല്ലെറിയുന്ന ഒരു സാഹചര്യം ഞാനതാണ് പറയുന്നത്. കല്ലെറിഞ്ഞു ആരും ചെയ്യാത്തൊരു കാര്യമാണ് അത്. കണ്ണൂരിൽ വെച്ചാണെന്ന് ആലോചിക്കുന്നത്. കണ്ണൂർ എന്ന് പറയുമ്പം ആളുടെ കോട്ടയാണ്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ചെയ്ത ഒരു നേതാവിനെ അതിൻ്റെ മുന്നിൽ അതിൻ്റെ അണിയറയിൽ നിന്നൊരു നേതാവിനെയാണ് വെളുപ്പിച്ച് വിശുദ്ധ കുപ്പായം ഇട്ടുകൊണ്ട് ചാണ്ടി ഉമ്മൻ. ആലോചിച്ച് നോക്കൂ, ഈ ചാണ്ടി ഉമ്മൻ ആരാണ്? ചാണ്ടി ഉമ്മൻ ഈ കേരള രാഷ്ട്രീയത്തിൽ എന്താണ് പ്രസക്തി? ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്നുള്ള പേരിനപ്പം സ്നേഹത്തിനപ്പുറം ആ പരിഗണനയ്ക്കൊപ്പം അതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു MLA കുപ്പായം, അതിനപ്പുറം ഒന്നുമില്ല. അത് മരിച്ചത് കൊണ്ട് ആ മരണം നമുക്കറിയാം. ആ ഒരു മരണം എങ്ങനെയായിരുന്നു? ആബാലവൃദ്ധം ജനങ്ങൾ കരഞ്ഞു ചാണ്ടി സാർ. അതിപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വിശുദ്ധരൊന്നുമില്ല. ഇപ്പം ചാണ്ടി സാറാണെങ്കിലും രാഷ്ട്രീയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പയറ്റി തെളിച്ചതാണ് അദ്ദേഹവും. നമുക്ക് ചാരക്കേസും അതുമായിട്ട് ബന്ധം. പക്ഷെ അവിടെ ആണെങ്കിൽ പോലും ജനങ്ങൾക്ക് അദ്ദേഹം സ്വീകാര്യനായത് ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച ജനങ്ങൾക്കിടെ കണ്ണുനീരൊപ്പാൻ നിന്നിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചാണ്ടി സാറിന്റെ സമയം ചാണ്ടി സാർ മാത്രം എന്നുള്ള ഇത് പറയേണ്ടി വരും. അപ്പം ആ ഒരു സ്നേഹമുള്ളത് കൊണ്ടാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം കേരളം ഒന്നടങ്കം കരഞ്ഞു. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു ആ ഒരൊറ്റ പേരിൽ അപ്പൻ്റെ, അല്ലാതെ ഈ നൂലിൽ കെട്ടിയിറക്കിയ മകൻ എന്നുള്ള പേര് പരിഗണന ഒന്നും കൊടുത്തിട്ടല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചാണ്ടി ഉമ്മന് തന്നെ കുറെ കഴിഞ്ഞപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ടാവണം, ഞാനാണ് ഇനി അടുത്ത കോൺഗ്രസിനെ നയിക്കേണ്ട ഒരു നേതാവെന്നൊരു സ്വയം ബോധം. കൂടെ നിൽക്കുന്നവർ കളിപ്പിക്കുന്നതായിരിക്കാം, പക്ഷെ അത് പിഴവാണ്. ആരുമല്ല അദ്ദേഹം ചാണ്ടി സാറിൻ്റെ മകൻ എന്നുള്ള പരിഗണന ജനങ്ങൾ വെച്ച് നീട്ടി. അതുകൊണ്ട് അദ്ദേഹം MLA ആയി ഈ ചാണ്ടി സാറൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് നേതാവായി വന്ന ആളൊന്നുമല്ല. അല്ലെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ പടിപടിയായിട്ട് കയറി തന്നെയാണ് അദ്ദേഹവും വന്നത്. അങ്ങനെ പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഇതുകൊണ്ട് അദ്ദേഹം സ്വീകാരനായി. മുഖ്യമന്ത്രി ആയപ്പോഴും നമ്മുടെ മനസ്സിൽ എക്കാലത്തെയും വലിയൊരു ഇഷ്ടമുള്ളൊരു നേതാവ് എന്നുള്ള രീതിയിൽ ചാണ്ടി സാർ വന്നു. ഒരുപാട് വർഷങ്ങളുടെ ഗ്രോത്ത് വേണം ചാണ്ടി ഉമ്മനൊക്കെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹം എന്തായിരുന്നു അതിൻ്റെയൊക്കെ താഴെ എത്താൻ തന്നെ എത്രയോ വർഷത്തെ ഒരു ഗ്രോത്ത് വേണം. അതോടൊപ്പം തന്നെ ഈ പിണറായി സ്നേഹം കൊണ്ട് P സരിനെ പോലെ തന്നെ ഇനി CPM-ലേക്ക് ഈ ചാണ്ടി ഉമ്മൻ മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതിൽ പറയുമ്പോൾ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ശരിക്കും അത് പിതാവിനെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിനെ വഞ്ചിക്കുന്ന ഒരു നടപടി കൂടെ ആയിപ്പോകും. കേവലം ഒരു ചാട്ടം അല്ലാതെ. ഇപ്പൊ P സരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരൻ ആദ്യം തൊട്ട് കോൺഗ്രസിനൊപ്പം പോകുമ്പോൾ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം എന്തെങ്കിലും ഒരു കസേര കിട്ടുക എന്നുള്ളതിനപ്പുറം പിണറായി ആര് വിളിച്ചു കഴിഞ്ഞാലും പോണ ഒരു നേതാവിന് അയാൾക്കൊരു ഇതൊന്നും ഇല്ലായിരുന്നു, ഒരു ആദർശം അങ്ങനൊന്നും ഇല്ലായിരുന്നു. ആമാശയത്തിന്റെ ഒരു ഇത് മാത്രം പ്രശ്നം അങ്ങനെയാണ്. പക്ഷേ ചാണ്ടി ഉമ്മൻ അങ്ങനെയല്ല. ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ് ആ അപ്പനെ അല്ലെങ്കിൽ ആ കുടുംബത്തെ ഈ സർക്കാർ, ഇടത് സർക്കാർ ദ്രോഹിച്ച പോലെ കേട്ടിട്ടുള്ള പഴി ഒരു സ്ത്രീയെ, അതായത് കോടതി വരെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ ഒരു സംഭവം ആ റിപ്പോർട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ വിചാരണ ചെയ്യണം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ഇലക്ഷൻ സമയങ്ങളിലൊക്കെ എത്തുമ്പോൾ ചാണ്ടി നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിനെ ഇടത് അടിമാടുകൾ, സൈബർ കൂട്ടങ്ങൾ, വെട്ടുകിളി കൂട്ടം എന്തൊക്കെ രീതിയിൽ ഈ സരിത എന്ന് പറഞ്ഞ സ്ത്രീയുമായിട്ട് വെച്ച് കെട്ടി
കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴും ഈ നിമിഷം വരെയും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറയും. ഞാനൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റ് ഇടുമ്പം ഞാൻ കാണുന്നുണ്ട് ചിലരൊന്ന് പോസ്റ്റ് ഇടുന്ന എന്തെന്നും ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ ആ രീതിയിൽ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കുടുംബത്തിന് ഇത്രയ്ക്ക് മോശമായിട്ട് വേട്ടയാടിയ ഒരു പ്രസ്ഥാനത്തിനൊപ്പം ചാണ്ടി ഉമ്മൻ പോവുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നികൃഷ്ട ജീവി എന്ന പദത്തിന് അദ്ദേഹം അർഹനായി തീരും. അദ്ദേഹം അത് ഓർക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോളം കേരളം കണ്ടിട്ടുള്ള പ്രതികാര രാഷ്ട്രീയം ഏറ്റവും ഹീനമായ രീതിയിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് മേൽ പിണറായി വിജയന്റെ. കാരണം അധികാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ചെയ്യാമോ. അപ്പോൾ എനിക്കറിയില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കേരളത്തിലെ ബാക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ അത് ഏത് രീതിയിൽ എടുക്കും എന്നറിയില്ല. അല്ല, അങ്ങനെ പറയുമ്പോഴും മറ്റൊരു കാര്യം, ഈ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ ഇന്ന് BJP-യിലാണ്. അതോടൊപ്പം തന്നെ AK ആന്റണിയുടെ മകൻ ഇന്ന് BJP-യിലാണ്. അപ്പോൾ അടുത്തൊരു മുഖ്യമന്ത്രി ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകനെയും ഈ കോൺഗ്രസിൽ നിന്നും പുറത്ത് ആക്കാനുള്ള ഒരു ശ്രമം, ഗൂഢമായ ഒരു ലക്ഷ്യം നടക്കുന്നതായി ചിലരെങ്കിലും സംശയിച്ചാൽ അവർ കുറ്റം പറയാൻ കഴിയും. ഇല്ല, ഗ്രൂപ്പിസം അത് കോൺഗ്രസിന്റെ എന്താ പറയുക രക്തത്തിൽ അലിഞ്ഞു പോയ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഞാനൊക്കെ വിശ്വസിക്കണം ഏതൊരു രാഷ്ട്രീയ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നു എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോജിക് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മടുത്ത് അല്ലെങ്കിൽ തഴയപ്പെടുന്ന രാഷ്ട്രീയത്തിലേക്ക് ചാടി. ഇപ്പൊ അനിൽ ആന്റണിയുടെ ചാട്ടം എന്ന് പറയുമ്പോൾ കേവലം വയറ്റിപ്പഴപ്പിന് വേണ്ടി അപ്പൻ അതിൽ നിൽക്കുന്നു, മകനെ ഒരിക്കലും ഒരു BJP രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടൊന്നും ചാടുന്നൊന്നുമില്ല. അയാളുടെ ദേശീയത നാളെ ഇനി അധികാരത്തിൽ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ചാടും. പക്ഷെ പത്മജയുടെ കാര്യം വരുമ്പോൾ കുറെ കൂടെ കാരണം അത്രയും നിന്ന് പക്ഷെ പാർട്ടിക്കകത്തുനിന്ന് ഒരുപാട് അവഗണനയൊക്കെ കേട്ടത് കൊണ്ടാവാം. അത് നമുക്ക് മാറി ചിന്തിക്കേണ്ട വിഷയമാണ്. അനിൽ ആന്റണിയുടെ അതേ ഒരു ആ ഒരു ഇതാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ ചാണ്ടി ഉമ്മൻ പോണ പോക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരെയും പുകച്ച് ചാടിക്കണമെന്നല്ല. കാരണം ആലോചിച്ച് നോക്കണം, അത് ഏത് രാഷ്ട്രീയത്തിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് അവനവൻ്റെ ഒരു പൈതൃകം അല്ലെങ്കിൽ DNA കുറച്ചെങ്കിലും ഒരു സ്നേഹം വേണ്ടേ. അപ്പനെ ഇത്രയും മോശമായിട്ട് പറഞ്ഞ് ഒരാൾക്ക് പെട്ടെന്നൊരു വിശുദ്ധ കുപ്പായം. അതോടൊപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, ആ ചാനലിലിരുന്ന് പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ അസുഖമായി കിടക്കുന്ന അവസരത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ കരുതൽ ആ അപ്പനെ അസുഖം ഉണ്ടാക്കാനുള്ള മെയിനായിട്ടുള്ള ഈ രീതിയിൽ ഇഞ്ചിഞ്ചായിട്ട് നൊന്ത് ആ അസുഖം വളരെ തീവ്രമാകാനുള്ള കാര്യം പിണറായി സർക്കാർ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ആരോപണങ്ങളാണ്. അതൊരു മനുഷ്യന് എത്രത്തോളം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ ക്യാരക്ടർ അസാസിനേഷൻ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് വന്നപ്പോ അദ്ദേഹം എങ്ങനെ, എനിക്കറിയില്ല അദ്ദേഹം അത് എങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്ന്. മകളെ നമുക്കറിയാം വന്ധ്യവയോധികരായിട്ടുള്ള CPM-ന്റെ ഒരു നേതാവ് ഗൺമോനെന്ന് വിളിച്ചിട്ട് അല്ലെ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും മ്ലേച്ഛമായി, ഇതുപോലെ മ്ലേച്ഛമായിട്ട് ഒരു കുടുംബത്തെ കൂടെ വലിച്ചഴച്ച് അപമാനിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇടപെടലുകൾ പറയും വീണേനെയൊക്കെ ഒന്നും ഈ രീതിയിലൊന്നും ഒരിക്കലും എതിർ പാർട്ടിയിലുള്ളൊരു തേജോവധം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മകളെയും ഒക്കെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ പരാമർശം നടത്തി. അങ്ങനെ നടത്തിയിട്ടൊരു പ്രസ്ഥാനത്തിലേക്ക് ചാണ്ടി ഉമ്മനൊക്കെ പോവുകയാണെങ്കിൽ സത്യം അദ്ദേഹമൊക്കെ ഒരു നികൃഷ്ട ജീവി എന്നുള്ള കാറ്റഗറിയിലേക്ക് വെറുക്കപ്പെട്ടു പോകും. ഇപ്പൊ സരൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കണ്ടില്ലേ. അതുപോലെ തന്നെ ഇപ്പം സന്ദീപ് വാര്യറിനെ BJP കീഴിലുള്ള ആൾക്കാർ എത്രത്തോളം, കാരണം അത് അങ്ങനെയാണത്. കാരണം ഒരു പ്രസ്ഥാനത്ത് വളർന്ന് അതിൽ നിന്ന് പതുക്കെ സന്ദീപ് വാര്യറിനൊക്കെ ഒരു 4 പേര് അറിഞ്ഞു തുടങ്ങിയത് അപ്പുറത്തെ ചേരി നിന്നപ്പോഴാണല്ലേ. അതിൽ നിന്ന് വന്നിട്ട് അധികാരം. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത്തരം ഇത് വരുമ്പോൾ ഇപ്പൊ ചാണ്ടി ഉമ്മൻ കാണിക്കുന്ന രീതി വളരെ മോശം എന്നേ പറയാനുള്ളൂ. അദ്ദേഹത്തിന് ഇനി സമയമുണ്ട് കൂടെ നിന്ന് കളിപ്പിക്കുന്നവരെ പറയുന്ന വഴിയിലേക്ക് പോവാണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. കാരണം പിന്നീട് അദ്ദേഹത്തിന് എന്താ പറയുക, കുറേ സിമ്പിളായിട്ട് കുറേ രീതിയിലൊക്കെ അതൊക്കെ മീഡിയാസും ഉണ്ട് കേട്ടോ. പുള്ളി അച്ഛൻ്റെ വഴിയെ പോകുന്നു, സിമ്പിൾ മാൻ ആണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തു വരുമ്പോൾ തനിയെ പുള്ളി എന്നെ വിചാരിക്കും ഞാൻ എന്തോ ആണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വാണി സാറിൻ്റെ മകൻ, അതൊക്കെ ആയിട്ടൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാണി സാറിൻ്റെ മകൻ എന്നൊക്കെ പറയുമ്പോൾ അവർ സ്വന്തം ഞാൻ സുഭദ്ര എൻ്റെ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ പ്രത്യേക പാർട്ടിയാണ്. പക്ഷെ ചാണ്ടി സാർ അങ്ങനെയല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 150 വർഷത്തെ പഴക്കമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നടന്നു വന്നിട്ട് ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിനപ്പുറം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ ചെയ്യുമ്പം ആ പ്രസ്ഥാനത്തിന് തന്നെയാണ് നാണക്കേട്. അല്ലാതെ ഇപ്പം ഈ ഉത്തരേന്ത്യയിൽ കണ്ടിരുന്ന രാഷ്ട്രീയമാണ് ഒരു രാത്രി കൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. പണ്ടൊന്നും നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടിട്ടില്ല. കാരണം കേരളത്തിലെ പാർട്ടികൾ എപ്പോഴും ആശയപരമായി നിൽക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷമായാലും ഇപ്പോൾ കേരള കോൺഗ്രസ് ആയാലും കേരള കോൺഗ്രസ് പിളർന്നു പോകും. കോൺഗ്രസ് ആണെങ്കിൽ അതിന് ആ രീതിയിലാണ് ആശയവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ഇടക്കാലത്ത് ഇങ്ങനെ നിരന്തരം ഒറ്റ രാത്രി കൊണ്ട് തന്നെ പാർട്ടി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് തെറ്റായ വഴിയാണോ ശരിയായ വഴിയാണോ? തീർച്ചയായിട്ടും തെറ്റായിട്ടൊരു വഴി തന്നെയാണ്. ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഒരു ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്ഥാനത്തിനൊപ്പം ആൾക്കാർ എന്തുകൊണ്ടാണ് വരുന്നത്? 3 രീതിയിൽ ആൾക്കാർ വരും. ആദർശം കണ്ടുവരുന്നവൻ ഒരിക്കലും ആ ആദർശത്തെ വിട്ടു പോവില്ല. പക്ഷെ ആമാശയത്തിന് വേണ്ടിയിട്ട് വരുന്നവൻ ചാടിപ്പോവും. അപ്പോൾ അധികാരം
അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർ ഒരു പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കില്ല, ചാടിപ്പോകും. അപ്പം അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നല്ലതല്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അപജയത്തിന് തന്നെ വഴി തെളിയിക്കും എന്നാണ് പറയാനുള്ളത്. ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ ഈ കുതിര കച്ചവടം തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണെന്ന് ഓർക്കണം. തുടക്കം നമുക്കറിയാം അല്ലെ, പണം വാരി എറിഞ്ഞ് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ള ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് ഉത്തരേന്ത്യയിലൊക്കെ തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആയിരുന്നു. പിന്നീട് അധികാരം വന്നപ്പം അതേ പാതയിൽ നമ്മൾ കാണുന്നുണ്ട്, BJP സർക്കാരും അതേ പാതയിൽ പോകുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും BJP സർക്കാരിനെ അപ്പം ക്വസ്റ്റ്യൻ ചെയ്യാൻ കോൺഗ്രസിന് റൈറ്റ് ഇല്ല. കാരണം ആ ട്രെൻഡ് സെറ്റ് ചെയ്ത് വെച്ചത് ആരാണ്? ഉത്തരേന്ത്യൻ ആ ഒരു സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത് നമ്മുടെ ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. എന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ കോൺഗ്രസ് നിന്ന് വളരെ നല്ല ഒരു പാതയിലേക്ക് പോകുമ്പോൾ ചാണ്ടി ഉമ്മനെ പോലെയുള്ളവരിങ്ങനെ ഈ രീതിയിൽ കാണിക്കുക, അല്ലെങ്കിൽ വെള്ളപൂശുക ആരെ പിണറായി വിജയൻ സർക്കാരിൽ, അല്ലെങ്കിൽ ആ ഒരു കേരളം കണ്ടതിൽ ഏറ്റവും കുത്തടിഞ്ഞ ഭരണമാണ് ഇദ്ദേഹത്തിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ. നമ്മൾ പറയാം ഫാസിസം, കറുപ്പിനെ പേടി, മൈക്കിന്റെ പേടി, ഇപ്പൊ കൂവുന്ന ആൾക്കാരെ കോഴിയെ വരെ പേടി എന്നുള്ള രീതിയിലുള്ള കൈമാറുക, മാസ്ക് എല്ലാം മയക്കുന്ന ഒരു ആള് ഫാസിസ്റ്റ് ആണ്. ആ രീതിയിലുള്ള ഒരു മനുഷ്യനെയൊക്കെ വെള്ളപൂശം എന്ന് പറയുമ്പോൾ അതിനുള്ള തൊളിക്കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഇത് കോൺഗ്രസ്സിൽ നേതാക്കന്മാർ ചിന്തിക്കുക, ചാണ്ടി ഉമ്മനെ നേർവഴിക്ക് തഴിച്ച് കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറം അവരൊന്നും പറയാനില്ല. ചാണ്ടി ഉമ്മൻ തന്നെ ചിന്തിക്കട്ടെ, കല്ലറയിൽ പോയി ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.